തൊടുപുഴ ഇളംദേശം കലയം താന്നി എന്ന സ്ഥലത്തെ ഒരു വീട്ടമ്മയായിരുന്നു റഫിയ റസാഖ്. അധ്വാനശീലനായ പണിക്കാരനായ ഭർത്താവിന്റെ തണലിൽ 2 കുട്ടികളുമായി പ്രാരബ്ധങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോന്നു. 5 സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ വീടും പണി തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഭർത്താവിന് നട്ടെല്ലിന് അസുഖം ബാധിച്ച് ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നത്. ഏതൊരു സ്ത്രീയും ഒന്ന് പകച്ചു പോകുന്ന അവസ്ഥ. എന്നാൽ റഫിയ താനാണിനി കുടുംബം പോറ്റേണ്ടത് എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള വഴികൾ തേടി. ഒടുവിൽ തനിക്ക് മുൻപരിചയമുള്ള ആടുവളർത്തൽ ആരംഭിക്കാൻ തീരുമാനിച്ചു. 3 വർഷം മുമ്പ് 2500 രൂപ കൊടുത്ത് ഒരു മലബാറി ആട്ടിൻകുട്ടിയെ വാങ്ങിത്തുടങ്ങിയതാണ്. ഇപ്പോൾ 20 ആടുകളാണ് ഇവിടെയുള്ളത്. മലബാറി, സിരോഹി, യമുനാപ്പാരി ഇനം പെണ്ണാടുകളും ബ്രൗൺ ബീറ്റൽ മുട്ടനാടിനെയുമാണ് ഇവിടെ വളർത്തുന്നത്. പ്രധാനമായും കുഞ്ഞുങ്ങളെ വിൽപ്പനയാണ് ഇവിടെ നടത്തുന്നത്. സൈസ് അനുസരിച്ച് 3000 മുതൽ 12000 രൂപ വരെ വിലയ്ക്ക് വിൽക്കും. തികച്ചും ശാസ്ത്രീയമായി തിരഞ്ഞെടുത്ത നല്ല ഇനം ആടുകളാണ് ഇവിടെയുള്ളത്. 3 അടി ഉയരത്തിൽ തടി ഉപയോഗിച്ച് നല്ല രീതിയിൽ നിർമ്മിച്ച കൂടുകളാണ്. പനമ്പട്ടയാണ് കൂടിനടിയിൽ വിരിച്ചിരിക്കുന്നത്. പുൽത്തൊട്ടി പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നു. ആട് തട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കൂടെപ്പോഴും വൃത്തിയായിരിക്കും. കാഷ്ടം, മൂത്രം ഇവ താഴോട്ടു പോകും. സോയാ തവിട്, കപ്പലണ്ടി പിണ്ണാക്ക്, ആട് തീറ്റ, പുളിങ്കുരു വേവിച്ചത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് 1 കിലോ കണക്കാക്കി രാവിലെ എല്ലാത്തിനും കൊടുക്കും. പിന്നീട് തീറ്റപ്പുല്ല്, പ്ലാവില തുടങ്ങിയവയും നിശ്ചിത ഇടവേളകളിൽ കൊടുക്കും. ഒരാടിന് ഒരു ദിവസം 5 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ആവശ്യമാണ്. കാറ്റും വെളിച്ചവും കയറുന്ന കൂടായതുകൊണ്ടും കാലാവസ്ഥാ വ്യതിയാനമുണ്ടായാലും വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം വരും. 2005 എന്റെ ഭർത്താവ് ഡിസ്ക് സംബന്ധമായ പ്രശ്നം മൂലം കിടപ്പിലായിട്ട് ഒരു 1.5 വർഷത്തോളം തീർത്തും കിടപ്പിൽ തന്നെയായിരുന്നു. ഞാൻ പുറത്ത് ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ 2005 ഹസ്ബൻഡ് സുഖമില്ലാതായതിനു ശേഷം ഭർത്താവിനെ പരിചരിക്കലും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കലും ജോലിക്ക് പോക്കും എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വന്നതിനാലാണ് ഞാൻ ചെറുപ്പം തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ് മൃഗങ്ങളെ വളർത്തുക എന്നുള്ള മൃഗസ്നേഹിയാണ് ഞാൻ. കൂട്ടുകാർ ഞങ്ങളെ പേഴ്സണലായിട്ട് സഹായിച്ചു. അവരാണ് ഞങ്ങൾക്ക് ആടിനെ വാങ്ങി തന്നതും. അതിൽ നിന്നാണ് ഞാൻ ആദ്യം ഒരു മുയൽ ഫാമാണ് തുടങ്ങിയിരുന്നത്. ചെറിയൊരു ഫാം ഉണ്ടായിരുന്നു. അതിനകത്ത് 10-30 മുയലുമായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇക്കാടെ ഒരു കൂട്ടുകാരൻ ഇവിടെ വരികയും അവരാണ് നമുക്കിങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. നീ എന്തായാലും മുയലിനെ വളർത്തുമല്ലേ, മുയലിനെ വളർത്തുമ്പോൾ നീ എന്തായാലും പുല്ലിന് പോകുന്നുണ്ട്, നിനക്ക് ചെറുത് എന്തെങ്കിലും ഒരു വരുമാനത്തിലേക്ക് ആവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ അവരും ഞങ്ങൾക്ക് സഹായം എന്ന രീതിയിലാണ് ഇതിനെ വാങ്ങിത്തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉള്ള സ്വർണം പണയം വെച്ചും ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തുമാണ് ഈ ഫാം ഇത്രയും നന്നാക്കി കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചത്. പിന്നെ ഹസ്ബൻഡും മക്കളും നല്ലതുപോലെ എന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഡോക്ടേഴ്സ് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. ബാങ്ക് മാനേജർ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അവരുടെയൊക്കെ സഹായം കൊണ്ടും മറ്റു കാര്യങ്ങൾ ഇത്രയും ഞാൻ ഭംഗിയാക്കി എടുത്തു. പിന്നെ എനിക്ക് വേണ്ട പച്ചക്കറികൾ ഞാൻ സ്വന്തം ഉൽപ്പാദിപ്പിക്കുകയാണ്. അതുപോലെ ഞാൻ വീട്ടാവശ്യത്തിന് വേണ്ട സോപ്പ്, ഹാൻഡ് വാഷ്, ലിക്വിഡ് ഓയില്, ബാത്ത് സോപ്പ് ഇതെല്ലാം ഞാൻ സ്വന്തം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊന്നും ഞാൻ ആരെയും ആശ്രയിക്കാറില്ല. ഒരു ദിവസം ഒരു നിമിഷം പോലും എനിക്ക് പാഴാക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം. 1 വയസ്സായ പെണ്ണാടുകളെ ഇവിടെ തന്നെയുള്ള മുട്ടനാടുമായി ഇണചേർക്കുന്നു. അഞ്ച് മാസം കഴിയുമ്പോൾ ആട് പ്രസവിക്കും. ഒരു പ്രസവത്തിൽ 3-4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ 2 ലിറ്റർ പാൽ കറന്നെടുക്കും. അത് 180 രൂപയ്ക്ക് വിൽക്കും. പിന്നെ കറന്നെടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് തുല്യമായി കിട്ടാനായി കുപ്പിയിലാക്കി കൊടുക്കും. ഇത് 10 ദിവസം പ്രായമായ ആട്ടിൻകുട്ടികളാണ്.
പാൽ വിറ്റ് കിട്ടുന്ന രൂപ വീട്ടാവശ്യത്തിനായി ചെലവഴിക്കും. സുഖമില്ലാത്ത ഭർത്താവ്, 2 കുട്ടികളുടെ പഠിത്തം, വീട്ടുചെലവ് എല്ലാം ഈ ആട് കൃഷിയിൽ നിന്ന് സ്വരൂപിച്ചെടുക്കുന്നു. സഫിയയ്ക്ക് ഇത് ഒരു കൃഷി മാത്രമല്ല, ഒരു ജീവിതമാർഗവുമാണ്. സ്ത്രീകൾക്ക് ഉപജീവനത്തിനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സ്വയം തൊഴിലാണ് ആടുവളർത്തൽ എന്നാണ് സഫിയ നമ്മെ കാണിച്ചു തരുന്നത്. ഭക്ഷ്യസുരക്ഷയ്ക്കും സുരക്ഷിതമായ ഭക്ഷണവും ഉൽപ്പാദിപ്പിക്കുന്നതിനും ആടുവളർത്തൽ ഒരു വലിയ ഉപാധിയായി നമ്മുടെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പശു വളർത്തലിൽ നിന്നും വ്യത്യസ്തമായി സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ പ്രായം ചെന്നവർക്കും ഒക്കെ കഴിയുന്ന ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് ഇത് കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള സാധ്യത വളരെ വലുതാണ് കേരളത്തിലുള്ളത്. ആട് വളർത്തലിന്റെ കൂടെ 25 കോഴിയെയും വളർത്തുന്നു. വീടിനും മതിലിനും ഇടയ്ക്കുള്ള സ്ഥലം കൂടാക്കി മാറ്റിയിരിക്കുന്നു. ശാസ്ത്രീയമായ കൂടൊന്നുമല്ല. ആടിന് കൊടുക്കുന്നതിന്റെ മിച്ചം വരുന്നത് വീട്ടിലെ വേസ്റ്റ് ഒക്കെയാണ് കോഴികൾക്ക് തീറ്റയായി നൽകുന്നത്. കോഴികൾക്ക് വെള്ളം കുടിക്കാൻ സംവിധാനമുണ്ടാക്കിയിരിക്കുന്നു. ദിവസവും 15 മുട്ടയിൽ കുറയാതെ ലഭിക്കും. അതിൽ 10 എണ്ണം കച്ചവടം ചെയ്യും. ബാക്കി 5 മുട്ട വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കും. വീടിന്റെ മുറ്റത്ത് തന്നെ 4 അടി താഴ്ചയിൽ ഒരു ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നു. ഇതിൽ മീൻ കൃഷി ചെയ്തിരിക്കുന്നു. ഗൗര, പിരാന, ഗ്രാസ് കാർപ്പ് എന്നീ ഇനങ്ങളാണ് ഇവിടെയുള്ളത്. കുഞ്ഞുങ്ങളെ 60 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 3 കിലോഗ്രാം വരെ ആയിട്ടുണ്ടെന്നാണ് സഫിയ പറയുന്നത്. മീൻ തീറ്റ, ചേമ്പല, അപ്പം തുടങ്ങിയവയാണ് തീറ്റയായി നൽകുന്നത്. മോഹവിലയായി 1500 രൂപ വരെ അക്വേറിയത്തിൽ വളർത്താൻ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. പച്ചക്കറി, കോഴി, ആട്, മീൻ തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്തിരിക്കുന്നു. കൃഷിയിലൂടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന ആത്മധൈര്യം ഇപ്പോൾ സഫിയയ്ക്കുണ്ട്. എന്നാൽ വീടിന്റെ പണി എങ്ങനെ തീർക്കും എന്നതിൽ ആശങ്ക ബാക്കി നിൽക്കുന്നു. എട്ട് വർഷം മുമ്പ് തൊടുപുഴ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറി 52 സെന്റ് ഭൂമി വാങ്ങുമ്പോൾ തന്റെ കൈവശം വിത്തുകളോ വിളപാഠങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് ജോളി വർക്കി പറയും. മീൻ വളർത്തൽ, പശു വളർത്തൽ, ചെറുതേനീച്ച കൃഷി, പച്ചക്കറി കൃഷി, വെർമി കമ്പോസ്റ്റ്, ജാതി, ഫലവൃക്ഷങ്ങൾ എന്നിങ്ങനെ ഒട്ടുമിക്ക കാർഷിക മേഖലകളിലും ഇദ്ദേഹം ഇപ്പോൾ കൈവച്ചിരിക്കുന്നു. മീൻ വളർത്തലിൽ ജോളിക്ക് പ്രത്യേകം താൽപ്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 3 ടാങ്കുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1,00,000 ലിറ്റർ കൊള്ളുന്ന വലിയ ടാങ്കും 30,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന 2 ചെറിയ ടാങ്കുകളും നിർമ്മിച്ചിരിക്കുന്നു. ടാങ്കുകളിലേക്ക് പ്രത്യേകം സംവിധാനത്തിലൂടെ മഴവെള്ളം സംഭരിച്ചാണ് മീൻ വളർത്തുന്നത്. രണ്ട് ടാങ്ക് ഗൗരയുടെ ബ്രീഡിംഗ് യൂണിറ്റായി സൂക്ഷിച്ചിരിക്കുന്നു. 10 വലിയ മത്സ്യങ്ങൾ ഇപ്പോൾ ഇതിലുണ്ട്. മുട്ടയിടാൻ മാത്രമായി വളർത്തുന്നു. ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് മുട്ടയിടുന്നത്. ശുദ്ധജല മത്സ്യകൃഷിയാണ് ഇവിടെ നടത്തുന്നത്. വെള്ളത്തിൽ pHന്റെ അളവ് കുറഞ്ഞാൽ അത് കൂട്ടാനായി നീറ്റുകക്ക ഇട്ടുകൊടുക്കണം. നീറ്റുകക്ക കിഴികളാക്കി കെട്ടി കുളത്തിന്റെ വശങ്ങളിൽ നിക്ഷേപിക്കുക. 1 സെന്റ് കുളത്തിന് ഏകദേശം 2 കിലോഗ്രാമെങ്കിലും നീറ്റുകക്ക പല കിഴികളിലാക്കി കുളത്തിന്റെ ഓരോ വശത്തും നിക്ഷേപിക്കുക.
മത്സ്യം വളർത്തുന്ന കുളത്തിലെ വെള്ളത്തിന്റെ pH 6.5 മുതൽ 7.5 വരെ ആയിരിക്കുന്നതാണ് നല്ലത്. ഇത് പരിശോധിക്കാനുള്ള സൊല്യൂഷൻ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ pHന്റെ അളവ് കൂടിയാൽ പെട്ടെന്ന് തന്നെ വെള്ളം പകുതി ഒഴുക്കിക്കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കുക. അടുത്ത ടാങ്കിൽ നട്ടറാണ് വളർത്തുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളെ തൊടുപുഴയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമാണ് വാങ്ങുന്നത്. വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങൾ മീനിന് ആഹാരമായി നൽകുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ മീനുകളെ വിൽക്കുന്നതോടൊപ്പം മീൻ കുഞ്ഞുങ്ങളെയും വിൽക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ 60 കോഴിയെയും വളർത്തുന്നു. എല്ലാം മുട്ടക്കോഴികളാണ്. കൂട്ടിൽ തന്നെ എണ്ണപ്പാട്ട മുറിച്ച് വൈക്കോലിട്ട് മുട്ടയിടാനായി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതിൽ തന്നെ കോഴി കയറി മുട്ടയിടും. തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനും പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടിന്റെ ഒരു വശത്തുകൂടി 1 ഇഞ്ച് PVC പൈപ്പ് കീറിയെടുത്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഇതിൽ കൂടി എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൂട്ടിൽ എപ്പോഴും വെള്ളം ലഭ്യമാണ്. 30-ൽ കൂടുതൽ മുട്ട ദിവസവും കിട്ടും. അത് ആവശ്യക്കാർക്കും കടയിലുമായി വിൽക്കും. വലിയ മുതൽ മുടക്കില്ലാതെ വലിയ ആദായം തരുന്ന കൃഷിയാണ് മുട്ടക്കോഴി വളർത്തൽ. വെർമി കമ്പോസ്റ്റ് ഇവിടെ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നു. മഴ നനയാത്ത വലിയ ഷെഡ് ഇതിനായി നിർമ്മിച്ചിരിക്കുന്നു. അതിനകത്ത് വലിയ ടാങ്കും നിർമ്മിച്ചിട്ടുണ്ട്. ടാങ്കിൽ ചാണകം, വാഴത്തട, വാഴക്കന്ന്, ചപ്പുചവറുകൾ തുടങ്ങിയവ ഇടകലർത്തിയിട്ടിരിക്കുന്നു. 8 കിലോഗ്രാം വേസ്റ്റിന് 1 കിലോ ചാണകം എന്ന കണക്കിലിടണം. മണ്ണിരയെ കൃഷിഭവനിലും പുറത്തും വാങ്ങാൻ കിട്ടും. 2 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കണം. എപ്പോഴും ഈർപ്പം ആവശ്യമാണ്. മണ്ണിര പെട്ടെന്ന് വംശവർധന നടത്തി ഇതിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. 3 മാസം കഴിയുമ്പോഴേക്ക് മുകൾ ഭാഗം കമ്പോസ്റ്റായി കഴിയും. നന നിർത്തിക്കഴിഞ്ഞാൽ മണ്ണിര അടിയിലേക്ക് ഇറങ്ങുകയും മുകളിൽ നിന്ന് കമ്പോസ്റ്റ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇവിടെ ചുറ്റും ചെറിയ പാത്തി ഉണ്ടാക്കി വെള്ളം നിറച്ചിരിക്കുന്നു. എറുമ്പ് കയറാതെ നോക്കേണ്ടത് മണ്ണിരയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. പയറ്, ചീര തുടങ്ങിയ പച്ചക്കറികൾ ടെറസിൽ കൂടയിലും ചാക്കിലുമായി നട്ടിരിക്കുന്നു. പച്ചക്കറി സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. സാധാരണ ജൈവവളം മാത്രം ഇതിനിട്ട് കൊടുക്കുന്നു. എല്ലായ്പ്പോഴും പച്ചക്കറി മാറി മാറി കൃഷി ചെയ്യുന്നതുകൊണ്ട് വാങ്ങിക്കേണ്ടി വരാറില്ല. പച്ചക്കറിയോടൊപ്പം 60 ചെറുതേനീച്ച കൂടുകളുമുണ്ട്. ഇപ്പോൾ കോളനി തിരിച്ചുകൊണ്ടിരിക്കുന്നു. വൻതേനീച്ചയുടെ തേനിനേക്കാൾ ഔഷധഗുണം കൂടുതലാണ് ചെറുതേനിന്. അതുകൊണ്ട് തന്നെ 1 കിലോ 1500 രൂപ വരെ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ ചെറുതേൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ വർഷവും 10 കിലോഗ്രാം തേൻ സാധാരണയായി കച്ചവടത്തിന് ലഭിക്കാറുണ്ട്. 50 സെന്റ് സ്ഥലത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും, മീന്, ഇറച്ചിക്കായിട്ട് കോഴി 60 എണ്ണം വളർത്തുന്നത്. മുട്ടയുടെ ആവശ്യങ്ങൾ നടക്കും. മുട്ട വിറ്റ് കഴിഞ്ഞാൽ തീറ്റയ്ക്കുള്ള ഏകദേശം പൈസയും കിട്ടും. കോഴിയെ നമ്മൾ ആദ്യം മുട്ടയിടുന്ന കാലം വരെ തീറ്റ മാത്രമേ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ തീറ്റയ്ക്ക് ആവശ്യത്തിനുള്ള മുട്ടയും കിട്ടും. ഇറച്ചിയുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നടക്കും. മീൻ നമ്മളുടെ 3 കുളങ്ങളാണുള്ളത്. 2 കുളങ്ങളിൽ ഗൗര മീനെ യൂണിറ്റുകളാണ്, ബ്രീഡിംഗ് യൂണിറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഒരു കുളത്തിൽ നമുക്ക് ആവശ്യമുള്ള പിരാന എന്ന മത്സ്യത്തെയാണ് വളർത്തുന്നത്. മറ്റ് പച്ചക്കറികൾ വാർക്കയുടെ മേളിൽ പകുതി സ്ഥലത്ത് 1.5 സെന്റോളം പോളിയോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ നിലവിൽ കുക്കുംബറാണ് നട്ടിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് മിച്ചം വിൽക്കാനും കുക്കുംബർ കിട്ടുന്നുണ്ട്. മറ്റ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പഴയ ബാറ്ററി പെട്ടികൾ, ടയറുകൾ, അതിലൊക്കെ മണ്ണ് നിറച്ച് പച്ചക്കറികളും നട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ആവശ്യത്തിനുള്ള മുരിങ്ങ, മറ്റ് വാഴ, അങ്ങനെ എല്ലാ ഇനം പച്ചക്കറികളും നമുക്കുണ്ട്.
ടെറസിന് മുകളിൽ 1 സെന്റ് സ്ഥലത്ത് പോളി ഹൗസ് നിർമ്മിച്ചിരിക്കുന്നു. ടെറസിന് ഒന്നും പറ്റാത്ത രീതിയിൽ തൂണുകൊടുത്ത് അതിന്റെ മുകളിൽ പാത്തി പോലെ PVC ഷീറ്റിട്ട് നീളത്തോട് നീളം 6 വരിയായി ക്രമീകരിച്ചിരിക്കുന്നു. പാത്തിക്കകത്ത് മണ്ണ്, ഉമി, മണ്ണിര കമ്പോസ്റ്റ്, ചരൽ തുടങ്ങിയവ 1 അടിയോളം ഘനത്തിൽ ഇട്ടിരിക്കുന്നു. എപ്പോഴും വെള്ളം ലഭിക്കുന്നതിനായി ഈ തടത്തിൽ കൂടി സുഷിരങ്ങളിട്ട ഒരു PVC പൈപ്പ് ഇട്ടിരിക്കുന്നു. മോട്ടോർ ഓൺ ചെയ്താൽ എല്ലായിടത്തും വെള്ളം പൈപ്പിലെ ഹോൾ വഴി കിട്ടിക്കൊണ്ടിരിക്കും. ഈ പോളി ഹൗസിൽ മുകളിൽ കൂടിയുള്ള വാട്ടർ സ്പ്രിംഗ്ലർ ഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് 3 നേരവും വെള്ളം ചുവട്ടിലെത്തിക്കും. അൾട്രാവയലറ്റ് രശ്മികളുടെ ആഘാതം തടയാനും കീടനാശിനി പ്രയോഗങ്ങളില്ലാതെ കീടങ്ങളെ തടയാനും ഈ പോളി ഹൗസ് കൊണ്ട് സാധിക്കും. സെൽഫ് പോളിനേഷൻ നടക്കുന്ന കൃഷി മാത്രമേ പോളി ഹൗസുകളിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പോളി ഹൗസിന് 40,000 രൂപയെ ചെലവായുള്ളൂ. അതിൽ 20,000 രൂപ സബ്സിഡിയായി ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. സലാഡ് വെള്ളരിയും പയറുമാണ് സാധാരണയായി പോളി ഹൗസുകളിൽ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നന്ദാരി, സോണിയ തുടങ്ങിയ ഇനം സലാഡ് വെള്ളരിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഈ പോളി ഹൗസിൽ 80 ചുവട് വെള്ളരിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. തൈയാണ് നടുന്നത്. 2 മാസമാകുമ്പോൾ പടർന്നു കയറി പൂവിട്ട് തുടങ്ങും. 3 മാസം മുതൽ വിളവെടുപ്പ് നടത്താം. വെർമി വാഷ് 5 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇവിടെ തളിച്ചു കൊടുക്കാറുണ്ട്. പെട്ടെന്ന് വളരാനും കരുത്താർജിക്കാനും ഇത് സഹായകമാകുന്നു. ഓരോ ആഴ്ചയിലും വിളവെടുപ്പ് നടത്തും. 1 കിലോയ്ക്ക് 35 രൂപ മുതൽ 40 രൂപ വരെ വില കിട്ടും. ഒരു വിളവെടുപ്പിന് 4,000 രൂപ വരെ കിട്ടാറുണ്ടെന്നാണ് ജോളി പറയുന്നത്. ആറു മാസം കഴിയുമ്പോൾ ഇവിടെ തന്നെ പയറാണ് അടുത്ത കൃഷിയായി ചെയ്യുന്നത്. വെള്ളരി പറച്ചു കളഞ്ഞ് കുറച്ച് കമ്പോസ്റ്റ് കൂടെ ഇട്ട് ഇളക്കി ഈ ട്രേയിൽ തന്നെ പയർ കൃഷി ചെയ്യും. തുച്ഛമായ ഭൂമിയിൽ വ്യത്യസ്തമായ വിളകളും അവയ്ക്ക് വേണ്ട രീതിയിലുള്ള പരിചരണവുമാണ് ജോളിയുടെ വിജയത്തിന്റെ രഹസ്യം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗോപാലിക പദ്ധതിയിലൂടെ തീറ്റപ്പുൽ കൃഷിക്ക് 75,000 രൂപ സബ്സിഡി. 25 പുതിയ വിളയിനങ്ങൾ വികസിപ്പിച്ചു. ക്ഷീരപ്രഭ പുതിയ ക്ഷീരകർഷക സോഫ്റ്റ്വെയർ. പശു വളർത്തലിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനായി 1 ഹെക്ടർ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിന് 75,000 രൂപ സബ്സിഡി നൽകുന്ന ഗോപാലിക പദ്ധതി ക്ഷീരവികസന വകുപ്പ് ആരംഭിച്ചു. കുറഞ്ഞത് 5 വനിതകൾ ചേർന്ന് രൂപീകരിച്ച സ്വാശ്രയ സംഘങ്ങൾക്ക് തീറ്റപ്പുൽ കൃഷിയിലൂടെ മികച്ച വരുമാനം നേടാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്.
1 ഹെക്ടർ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ 1 ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ 75,000 രൂപയും സബ്സിഡിയായി ലഭിക്കും. പുൽകൃഷി, ചാഫ് കട്ടർ പോലുള്ള യന്ത്രങ്ങൾ, നന സംവിധാനം, ഷെഡ് തുടങ്ങിയ ഘടകങ്ങൾക്ക് ഈ തുക ചെലവഴിക്കണം. പാട്ടഭൂമിയിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യാനും പദ്ധതി പ്രയോജനപ്പെടുത്താം. സ്വന്തമായി പശു ഇല്ലാത്തവർക്കും ക്ഷീരസംഘത്തിൽ അംഗത്വമില്ലാത്തവർക്കും പ്രയോജനകരമാകുന്നതാണ് ഗോപാലിക പദ്ധതി. പദ്ധതിയുടെ വിശദാംശങ്ങൾ ക്ഷീരവികസന വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച 25 വിളയിനങ്ങൾ കൂടി കർഷകരിലേക്ക്. കാർഷികോൽപാദന കമ്മീഷണറുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന സംസ്ഥാന വിളയിന മേൽനോട്ട സമിതിയാണ് ഇവയ്ക്ക് അംഗീകാരം നൽകിയത്. നെല്ലിന്റെയും കൊക്കോയുടെയും 5 വീതവും, വെള്ളരി, കുരുവില്ലാത്ത തണ്ണിമത്തൻ, കുടംപുളി, കരിമ്പ് എന്നിവയുടെ 2 വീതവും, പ്ലാവ്, കൂൺ, പച്ചമുളക്, പയർ, കുമ്പളം, തക്കാളി, വഴുതന എന്നിവയുടെ ഓരോ ഇനവുമാണ് പുതിയതായി പുറത്തിറക്കുന്നത്. സിന്ദൂർ എന്ന സ്വർണ്ണ നിറമുള്ള ചക്ക, തഴച്ചു വളരുന്ന പൊന്നി വഴുതന, ബാക്ടീരിയൽ വാട്ടം ചേർക്കുന്ന മനുപ്രഭ എന്ന തക്കാളി, ഭീമ എന്നു പേരായ തൂവെള്ള പാൽക്കൂൺ തുടങ്ങിയവ പുതിയ വിളയിനങ്ങളിൽ പെടുന്നു. പുതിയ വിളയിനങ്ങൾ വികസിപ്പിച്ച ശാസ്ത്രജ്ഞരെ വൈസ് ചാൻസലർ ഡോക്ടർ പി രാജേന്ദ്രൻ അനുമോദിച്ചു. ആദായകരമായ പാൽ ഉൽപാദനത്തിന് ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ അനിമൽ ന്യൂട്രീഷൻ വിഭാഗം മലയാളത്തിലുള്ള ക്ഷീരപ്രഭ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തയ്യാറാക്കി. ലളിതമായ രീതിയിലുള്ള ഈ പ്രോഗ്രാം കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള ആർക്കും അനായാസം ഉപയോഗിക്കാം. പശുവിന്റെ ഏകദേശ തൂക്കം, പാലുൽപാദനം, കൊഴുപ്പിന്റെ അളവ് തുടങ്ങിയ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ നൽകിയാൽ പശുവിന് ആവശ്യമായ പോഷകങ്ങളുടെ അളവ് സോഫ്റ്റ്വെയർ കണക്കുകൂട്ടി നൽകും. സങ്കര ഇനം പശുക്കളുടെ പാലുൽപാദന ശേഷി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതോടൊപ്പം തീറ്റ ചെലവ് കുറയ്ക്കാനും ക്ഷീരപ്രഭ സോഫ്റ്റ്വെയർ സഹായിക്കും. വിശദവിവരങ്ങൾക്ക് മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ അനിമൽ ന്യൂട്രീഷൻ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഹരിതഗൃഹ കൃഷിയെക്കുറിച്ച് മെയ് 4, 5, 6 തീയതികളിൽ പരിശീലനം നൽകുന്നു. 3 ദിവസത്തേക്ക് 1,500 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7025498850. ഹ്രസ്വകാല വിളയിനങ്ങളായ ഉമ, പ്രത്യാശ എന്നീ നെല്ലുകളുടെ വിത്ത് കൃഷിവകുപ്പ് കർഷകർക്ക് നൽകും. കോട്ടയം ജില്ലയിലുള്ള കൃഷിവകുപ്പിന്റെ സ്റ്റേറ്റ് സീഡ് ഫാം വഴിയാണ് വിത്തിനങ്ങൾ വിതരണം ചെയ്യുക. 1 കിലോ നെൽവിത്തിന് 30 രൂപയാണ് വില. നെൽവിത്ത് ആവശ്യമുള്ള കർഷകർ കോഴ സീഡ് ഫാമുമായി ബന്ധപ്പെടേണ്ടതാണ്. സീഡ് ഫാം മാനേജറുടെ ഫോൺ നമ്പർ 9496000934. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,800 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15,100 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 13,700 രൂപ, കൊപ്ര കൊച്ചി 9,330 രൂപ, കൊപ്ര കോഴിക്കോട് 9,800 രൂപ, കൊപ്ര തൃശൂർ 9,285 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 58,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 61,000 രൂപ, ചുക്ക് മീഡിയം 21,750 രൂപ, ചുക്ക് ബസ്റ്റ് 23,750 രൂപ, മഞ്ഞൾ സേലം 8,600 രൂപ, മഞ്ഞൾ ഈറോഡ് 8,900 രൂപ, അടയ്ക്ക 21,000-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,100 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,800 രൂപ, കോപ്ര 9,330 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,900 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 58,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 61,000 രൂപ, ചുക്ക് മീഡിയം 21,750 രൂപ, ചുക്ക് ബസ്റ്റ് 23,750 രൂപ, മഞ്ഞൾ നാടൻ 9,900 രൂപ, അടയ്ക്ക പുതിയത് 21,000-നും 25,000-നും ഇടയിൽ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 280-നും 290-നും ഇടയിൽ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 500-നും 550-നും ഇടയിൽ, ജാതിപത്രി കിലോഗ്രാമിന് 850-നും 900-നും ഇടയിൽ, ഗ്രാമ്പു കിലോഗ്രാമിന് 840 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,100 രൂപ, ഒട്ടുപാൽ 7,700 രൂപ, ലാറ്റക്സ് 8,100 രൂപ. ഇനി കമ്പോള അവലോകനം. റബ്ബർ ഇറക്കുമതി പിന്നിട്ട സാമ്പത്തിക വർഷം സർവകാല റെക്കോർഡിൽ.
മാർച്ചിൽ അവസാനിച്ച ഒരു വർഷ കാലയളവിൽ 4,15,000 ടൺ റബ്ബറിന്റെ ഇറക്കുമതി നടന്നു. ആഭ്യന്തര റബ്ബർ ഉൽപാദനം കുറഞ്ഞതും രാജ്യാന്തര വിപണിയിലെ താഴ്ന്ന വിലയും വ്യവസായികളെ ഇറക്കുമതിക്ക് പ്രേരിപ്പിച്ചു. അതേസമയം ഇന്ന് സംസ്ഥാനത്ത് റബ്ബർ വില മെച്ചപ്പെട്ടു. കേരളത്തിലും കർണാടകത്തിലും കുരുമുളകിന്റെ ലഭ്യത ചുരുങ്ങിയത് ആഭ്യന്തര ഡിമാൻഡ് ഉയർത്തി. വിനിമയ വിപണിയിൽ രൂപയുടെ തളർച്ച വിദേശ ഓർഡറുകൾക്ക് സാധ്യത പകരുന്നു. ഇന്ന് തമിഴ്നാട്ടിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോ 866 രൂപയായി താഴ്ന്നു. ശരാശരി ഇനങ്ങൾ 820 രൂപയിലാണ്. ഏലം സീസൺ നേരത്തെ ആരംഭിക്കുമെന്ന സൂചന വാങ്ങലുകാരെ രംഗത്ത് നിന്ന് പിന്നോക്കം വലിച്ചു. മലബാർ മേഖലയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. പുതിയ കൊപ്രയുടെ ലഭ്യത ഉയർന്നതിനൊപ്പം എണ്ണവില താഴ്ന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 24.6. കൊച്ചി 32.2, 22.8. ആലപ്പുഴ 33.4, 25.3. പുനലൂർ 34.6, 22. തിരുവനന്തപുരം 32.3, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.